എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HDFC ബാങ്കിനെ കുറിച്ചാണ്. HDFC ബാങ്ക് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷനുകളായിട്ട് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു ബാങ്കാണ്. വിലയിൽ നല്ല രീതിയിൽ കുറവ് വരുന്ന ബാങ്കാണ് HDFC ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC ബാങ്കിൻ്റെ ഓഹരി വിലയിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തി. ഏകദേശം 10% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വിപണി മൂല്യത്തിൽ ഏകദേശം 1.3 ലക്ഷം കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം HDFCൻ്റെ ഈ ഇടിവ് മുഖം നിഫ്റ്റിയെയും ബാങ്ക് ഇൻഡെക്സിനെയും ഒരു ചെറിയൊരു കറക്ഷന് ഇത് വഴിവെച്ചിട്ടുണ്ട്. 2020 മാർച്ചിൽ കോവിഡിന് ശേഷം HDFC ബാങ്കിലുണ്ടായ വളരെ വലിയ ഇടിവാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതായത് HDFC ബാങ്ക് കഴിഞ്ഞ ദിവസം അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. ഇൻവെസ്റ്റേഴ്സ് ആ റിസൾട്ടിൽ ഒരു തൃപ്തരല്ല. ഇതാണ് അതിൻ്റെ മെയിൻ റീസൺ. പ്രോഫിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ച രീതിയിലുള്ളൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ച രീതിയിലുള്ള ഒരു അനലൈസേഴ്സ് വിചാരിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരുന്നില്ല. ഇതാണ് ഇടിവിനുള്ള മെയിൻ കാരണം. നമ്മളിപ്പോൾ ഒരു കുട്ടിയെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവനെ നമ്മൾ നല്ല മാർക്ക് മേടിക്കാനായിട്ട് നമ്മൾ വേറൊരു ട്യൂഷൻ സെൻറ്ററിൽ അവനെ ചേർക്കുന്നു. പക്ഷെ ആ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടും അവൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ആ റിസൾട്ട് തന്നെയാണെങ്കിൽ നമുക്കൊരു നിരാശ ബാധിക്കുമല്ലോ. ഇതുപോലെ തന്നെയാണ് HDFC ബാങ്കിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് HDFC ബാങ്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഒരു ക്രൈറ്റീരിയയിലേക്ക് പോയി നോക്കാം. സ്റ്റോക്ക് PE കാണിക്കുന്നത് ഏകദേശം 19 സ്റ്റോക്ക് PE. ROC 6.7. അത് ROC വളരെ കുറവാണ്. പക്ഷേ ROE തരക്കേടില്ലാത്ത 6 ഉണ്ട്, 17.1 ഉണ്ട്. ബുക്ക് വാല്യൂ തരക്കേടില്ലാത്തതുണ്ട്, 519 ബുക്ക് വാല്യൂ. നമ്മൾ ബാങ്കിങ് ഓഹരികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, HDFC ബാങ്കാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അതായത് മാർക്കറ്റ് ക്യാപ്പിൽ നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. പിന്നെ അതായത് പ്രോഫിറ്റിലും നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. സെയിൽസ് അങ്ങനെ എല്ലാതും എടുത്താൽ HDFC ബാങ്ക് തന്നെയാണ്. ഇപ്പോഴും HDFC ബാങ്ക് ഒരു ബ്ലൂ ചിപ്പ് ഓഹരി തന്നെയാണ്. നമ്മളിതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാൽ റവന്യൂ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ ക്വാർട്ടർ ടു ക്വാർട്ടർ റവന്യൂ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് നെറ്റ് പ്രോഫിറ്റും വർദ്ധിച്ചിട്ടു. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിലെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രോഫിറ്റിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും HDFC ബാങ്കിൻ്റെ ഷെയർസ് കുറച്ച് നാളായിട്ട് വളരെ ഒരു നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. ഇടിവിന് മുമ്പ് നാരോ റേഞ്ച്. അതിൻ്റെ EPS ഉണ്ടാകും. പക്ഷേ EPS 22 തന്നെ നിൽക്കുന്നു. EPSൽ ഒരു ചേഞ്ച് ഇല്ല. അപ്പോൾ EPSൽ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം HDFC ബാങ്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം മീൻസ് നല്ല രീതിയിൽ ഉയരാനായിട്ട് കാരണം ആവുന്നത് EPSൽ ഒരു ചേഞ്ച് വരുമ്പോഴാണ്. നമുക്കിനി ഈ HDFC ബാങ്കിൻ്റെ അതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് HDFC ബാങ്കിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ ഇവിടുത്തെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അതായത് 14.62 14.50 റേഞ്ചിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ നിൽക്കാൽ നമുക്കത് ഒരു ബെനിഫിറ്റാണ് ഇൻവെസ്റ്റേഴ്സിന്. ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് മീൻസ് ഒരു വലിയ ക്യാൻഡിലോടുകൂടി വരും ദിവസങ്ങളിൽ ഇവിടെ ഒരു താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും താഴേക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ നീക്കം. ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു താഴേക്കുള്ള ഫാളിന് ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ HDFC ബാങ്കിൻ്റെ ഫണ്ടമെൻ്റലിന് ഒന്നും വരാത്തിടത്തോളം കാലം ഇത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന്, അതായത് ലോങ് ടേം മീൻസ് ഒരു 2 വർഷത്തിന് മേലെ ഹോൾഡ് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം വളരെ വില കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ ഇത് മേടിക്കാം. പക്ഷേ അത് മേടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 രീതിയിലാണ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഇത് മേടിക്കേണ്ടത്. അതായത് എത്ര രൂപയ്ക്കാണ് അവർ മേടിക്കാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ പകുതി മാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 50,000 രൂപയാണെങ്കിൽ 25,000 രൂപയ്ക്ക് മാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തൊരു ഫോൾ എങ്ങാനും സംഭവിച്ചാൽ ബാക്കിയുള്ള എമൗണ്ടും കൂടി
ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തരും. അല്ലാണ്ട് മൊത്തം നമ്മൾ എത്ര പൈസക്ക് മേടിക്കണോ അതിൽ മൊത്തമായിട്ട് ഈ ടൈമിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഭികാമ്യമല്ല. കാരണം ഇനിയും ആ ഒരു സപ്പോർട്ട് പോയിന്റിൻ്റെ അവിടെ നിൽക്കുന്നത്, ആ സപ്പോർട്ട് അങ്ങനെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഒരു ഫാൾ സംഭവിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഒരു മീഡിയം ടേമിൽ ഒരു സ്വിംഗ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഇത് മേടിക്കാൻ പറ്റിയൊരു ടൈമല്ല. നമ്മളൊരു മീഡിയം ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് അതിന് വേറെ രീതിയിലുള്ള അപ്രോച്ചാണിത്. അപ്പോൾ ഇത് ആദ്യം പറഞ്ഞത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ചാർട്ട് ഒന്ന് വീക്കിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് വീക്കിലി ചാർട്ട്. വലിയൊരു റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്, വിത്ത് നന്നായിട്ട് വോളിയം ഉണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് പോയിന്റിലാണ് നിൽക്കുന്നത്. സപ്പോർട്ട് പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു റേഞ്ച് സപ്പോർട്ടാണ് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഈ സപ്പോർട്ട് ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു റെഡ് തന്നെയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് പിടിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് 1360ഉം 1350ഉം റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഈ ടൈമിൽ ഒരു സ്വിങ് അല്ലെങ്കിൽ മീഡിയം ടൈം ഇൻവെസ്റ്റേഴ്സിന് ഒരു അഭികാമ്യമല്ല എന്ന് പറഞ്ഞു. ഇനി അവർക്ക് എപ്പോഴാണ് അഭികാമ്യം എന്ന് വെച്ചാൽ ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ഒരു ചെറിയ ക്യാൻഡിൽസ് വന്നു. ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ആ ഗ്രീൻ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കണം. ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാലോ, അതായത് ഗ്രീൻ ക്യാൻഡിൽ മനസ്സിൽ ഒരു ലോങ് ലെഗ്ഡ് ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന റെഡ് ക്യാൻഡിൽ കുറച്ച് വരുമല്ലോ, അതിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു മീഡിയം ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇത് പരിഗണിക്കാവുന്നതാണ്. ഇനി ഒരു സ്വിംഗ് ട്രേഡർ മീൻസ് ഒരു മാസത്തെ ഒരു കാലാവധിക്കുള്ളിലുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം മാത്രം മേടിക്കുന്നതാണ് അഭികാമ്യം. ഈ റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡേഴ്സിന് ഇത് ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ, കാരണം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 വർഷത്തിൽ മുകളിൽ ഹോൾഡിങ്സ് വെക്കാൻ താല്പര്യം, അതും 2 തവണ ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് കാരണം എന്ന് വെച്ചാൽ ഇത് സപ്പോർട്ടിൻ്റെ അവിടെ നിൽക്കുക, അങ്ങനെ സപ്പോർട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് വരും. സപ്പോർട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൺസോളിഡേഷൻ നിന്നിട്ട് കയറാനാണ് സാധ്യത. പക്ഷേ ഒരു യു ടേൺ തിരിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 3 മാസത്തേക്കോ ഇത് ഇത്രയും മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് ഒരു ധാരണ നല്ലതല്ല. ഇനി ഫ്രഷ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത് വീക്കിലി ക്യാൻഡിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ്. അതായത് ഈ റേഞ്ച് എന്ന് പറയുന്നത്, അതായത് 1723 1750 റേഞ്ച്. ഈ സോൺ എന്ന് പറയുന്നത് 1725 1750 സോണാണ്. ഈ സോൺ ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിയത്തോടുകൂടി എന്ന് ബ്രേക്ക് ചെയ്യുന്നു അന്നാണ് ഇനി ഫ്രഷ് ഒരു എൻട്രിക്ക് താല്പര്യപ്പെടുന്നത്, അതായത് റിസ്ക് കുറഞ്ഞ ഒരു എൻട്രിക്ക് താല്പര്യമുള്ളവർക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റാണ്. 2 3 4 തവണ ഈ റെസിസ്റ്റൻസ് പോയിന്റ് ടച്ച് ചെയ്തിട്ടുള്ള നിൽക്കുകയാണ്. ഇതെല്ലാം പറയുന്നത് വീക്കിലി ക്യാൻഡിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെയൊക്കെ ടച്ച് ചെയ്തു, ഇതൊക്കെ നല്ലൊരു റെസിസ്റ്റൻസുമാണ്. ഇവിടെ നിന്നാണ് ഫാൾ സംഭവിച്ചത്. അപ്പോൾ ഇനി ഈ റേഞ്ചിൽ വന്നിട്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് മുകളിലേക്ക് നിന്നാലും ഫ്രഷ് ഒരു എൻട്രി റിസ്ക് ഇല്ലാത്ത, ഇതിന് മുമ്പ് പറഞ്ഞതൊക്കെ കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്, അതിനേക്കാളും റിസ്ക് ഇല്ല എന്നല്ല പറയുന്നത്. ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി വിപണി റിസ്ക് പിടിച്ച ഒരു പരിപാടി തന്നെയാണ്. പക്ഷേ ഈ 3 കണ്ടീഷൻ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നതിനേക്കാളും റിസ്ക് കുറഞ്ഞ ഏരിയ ഇവിടെ ആയിരിക്കും. അതായത് വിത്ത് ബോളിയത്തോടു കൂടി ഇത് കട്ട് ചെയ്ത് നിന്നാൽ അത് സമയമെടുക്കും. ഇപ്പോഴല്ല പറയുന്നത്, അത് വെയിറ്റ് ചെയ്യാം. 2 3 മാസത്തെ കാലാവധി അല്ല പറയുന്നത്, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 6 മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്താൽ നമുക്കൊരു ഫ്രഷ് എൻട്രി.
ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു സാധാ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ആൻഡ് വാച്ച് കണ്ടീഷനാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ സമ്മറൈസ് ചെയ്യാം. അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി നമ്മൾ എത്രയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ 2 രീതിയിൽ പൈസ കണക്കാക്കിയിട്ട് 2 രീതിയിൽ 2 തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, ഒന്ന് ഫാൾ വരുമ്പോൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇത് ബ്ലൂ ചിക്ക് കമ്പനിയാണ്, അങ്ങനെ പൊട്ടിപ്പൊളിയുന്ന യെസ് ബാങ്ക് പോലെയൊക്കെ അങ്ങനെ പൊട്ടിപ്പൊളിയുന്ന ഒരു ഇതല്ല, ഒരു ഷെയർ അല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരു മീഡിയം ടൈം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ലോങ് ലെഗ്ഡ് ഗ്രീൻ ക്യാൻഡിൽ വന്നാലോ ഇവിടെ ഒരു ലോങ് ലെഗ്ഡ് ഗ്രീൻ ക്യാൻഡിൽ വന്നാലോ ഇവിടെ 2-3 റെഡ് ക്യാൻഡിലിന് ശേഷം ഒരു എൻഗൾഫിംഗ് ആയ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ഗ്രീൻ ക്യാൻഡിൽ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്കൊരു മീഡിയം ടൈം ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്നതാണ്. ഒരു സ്വിംഗ് ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറായിട്ടില്ല. ഒരു കൺസോളിഡേഷൻ വന്നിട്ട് ആ കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു സ്വിംഗ് ട്രേഡറിലേക്ക് ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. പുതിയ ട്രേഡേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റിസ്ക് ഇല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർ ഈ റേഞ്ച് കട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് HDFCയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അത് എൻ്റെ വ്യൂ ആയിട്ട് യോജിക്കുന്നവർ യോജിക്കുക, ഇല്ലാത്തവർക്ക് അത് വിട്ടുകളയാവുന്നതാണ്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ്, ഒരു ചാർട്ട് എടുത്ത് ഒരു ഫാളിൻ ഷെയർസ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിന് കാണുക. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.